തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ അങ്ങേയറ്റത്ത് ആൻഡീസ് പർവ്വതം ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ഇടം. നീലാകാശത്ത് തൂവെള്ള മേഘങ്ങൾക്കിടയിൽ നിന്നും ഉദിച്ചു വരുന്ന സൂര്യൻ. സുന്ദരമായ ആ പ്രഭാത ദൃശ്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പതാകയുണ്ട് ആ നാട്ടിൽ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അർജന്റീനിയൻ പതാക. ഒരു കാലത്ത് യുദ്ധത്തിന്റെ ആരവങ്ങൾക്കൊപ്പം ആകാശത്തേക്കുയർന്ന ആ കൊടി ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ആവേശവും അഭിമാനവുമാണ്. കാൽപന്ത് കളിയുടെ പറുദീസയായ അർജന്റീനിയൻ പതാക. അന്നാട്ടുകാർക്ക് ഫുട്ബോൾ കേവലമൊരു കളിയല്ല, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്, അവരുടെ യഥാർത്ഥ മതമാണ്. സാമ്പത്തികമായും രാഷ്ട്രീയപരമായുമുള്ള എല്ലാ പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും മീതെ അർജന്റീനക്കാരെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ദേശീയ മന്ത്രമാണ് ഫുട്ബോൾ. ദാരിദ്ര്യത്തിന്റെ ഇരുണ്ട കോണിൽ നിന്നും അവർ കണ്ട സ്വപ്നങ്ങളാണ് കളിമൈതാനത്ത് പൂവണിയുന്നത്. അവരുടെ കണ്ണീരും ചിരിയും വിജയവും പരാജയവുമെല്ലാം ആ പന്തിലാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് തന്നെ അധിനിവേശ പദ്ധതികളുടെ ഭാഗമായി ബ്രിട്ടൻ അർജന്റീനയിലേക്കും കടന്നെത്തി. വലിയ തോതിൽ ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ അവിടെ താമസമുറപ്പിച്ചു. റെയിൽവേ, ബാങ്കിംഗ്, കപ്പൽ നിർമ്മാണ വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അവരവിടെ തമ്പടിച്ചത്. ബ്രിട്ടീഷ് തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ബ്യൂണസ് ഐറസിൽ ബ്രിട്ടീഷ് ശൈലിയിലുള്ള സ്കൂളുകൾ ഉയർന്നു. വിവിധതരം പാശ്ചാത്യ കായിക കലാപ്രവർത്തനങ്ങൾ ആ സ്കൂളുകളിൽ അരങ്ങേറി. പതിയെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ ഫുട്ബോൾ സജീവമായി. വിനോദത്തിന് നിരവധി ഉപാധികളുണ്ടായിരുന്ന പാശ്ചാത്യ ലോകത്തു നിന്നും അർജന്റീനയിലേക്കെത്തിയ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് ഒഴിവു സമയങ്ങൾ ആസ്വദിക്കാൻ മറ്റു വഴികളൊന്നുമുണ്ടായിരുന്നില്ല. റെയിൽവേയുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും വേണ്ടിയാണ് ബ്രിട്ടൻ അർജന്റീനയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചിരുന്നത്. അവർ ജോലിക്ക് ശേഷമുള്ള ഒഴിവു സമയങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. അർജന്റീനയുടെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും കടന്നുപോകുന്ന റെയിൽവേ സംവിധാനം പണിതെടുത്തെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫുട്ബോൾ സ്വാധീനമുറപ്പിച്ചു. 1867 ബ്രിട്ടീഷ് റെയിൽവേ ഉദ്യോഗസ്ഥരായ തോമസ് ഹോൾട്ട് ഗ്രീനും ഹ്യൂഗോ ഡഫും ചേർന്ന് ബ്യൂണസ് ഐറസ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേരിൽ അർജന്റീനയിലെ ആദ്യത്തെ ഔദ്യോഗിക ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപിച്ചു. അതോടെ ആ നാടിന്റെ തലവര മാറുകയായിരുന്നു. അലക്സാണ്ടർ വാട്സൺ ഹട്ടൺ എന്നറിയപ്പെടുന്ന ഒരു സ്കോട്ടിഷ് അധ്യാപകൻ 1884 ബ്യൂണസ് ഐറസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഫുട്ബോൾ കളി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. ഇതോടെ ഈ കളി ബ്രിട്ടീഷ് കുടിയേറ്റക്കാർക്കിടയിൽ നിന്നും അർജന്റീനയിലെ സാധാരണ ജനങ്ങളിലേക്കും പടർന്നു. രാജ്യത്ത് പിന്നീട് പല മാറ്റങ്ങൾ വന്നു. ഭരണയസ്ഥിരത പലപ്പോഴും ഉടലെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും ജനത്തെ വരിഞ്ഞു മുറുക്കി. പക്ഷെ അപ്പോഴെല്ലാം അവർ കാൽപന്ത് കളിയുടെ കാൽപ്പനികതയിൽ പ്രശ്നങ്ങളെ മറക്കാൻ ശ്രമിച്ചു. അർജന്റീനയിലെ തെരുവോരങ്ങളിലൂടെ പന്തുകൾ ഉരുണ്ടുകൊണ്ടേയിരുന്നു. ഒറ്റ പന്തുണ്ടെങ്കിൽ 22 പേർക്ക് കളിക്കാൻ കഴിയുമെന്നത് തന്നെയായിരുന്നു ആ കളിയുടെ ഏറ്റവും വലിയ സവിശേഷത. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഫുട്ബോൾ കളിക്ക് അർജന്റീനയിൽ തനതായ രൂപം കൈവന്നു. ഇടുങ്ങിയ തെരുവുകൾ പോലും അവർ ഫുട്ബോൾ കളിക്കുള്ള വേദികളാക്കി. അത് പതിയെ ലാറ്റിൻ ഫുട്ബോളിനൊരു വ്യത്യസ്ത സൗന്ദര്യം നൽകി.
പെട്ടെന്നുള്ള ഡ്രിബിളിങ്ങും അപ്രതീക്ഷിതമായി എതിരാളികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ലാപാസ് എന്ന രീതിയുമെല്ലാം അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഫുട്ബോൾ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ കായിക വിനോദമായി മാറി. വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉയർന്ന ഉദ്യോഗസ്ഥരും എന്നിങ്ങനെ എല്ലാത്തരം ആളുകളെയും അപ്പോഴേക്കും ഫുട്ബോളിന്റെ ജ്വരം ബാധിച്ചു കഴിഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ റൊസാരിയോയിലെ സ്റ്റീൽ ഫാക്ടറിയിലെ മാനേജരായിരുന്ന ജോർജ് ഹൊറാസിയോ മെസ്സിയും ഉണ്ടായിരുന്നു. ഭരണഘടന റദ്ദാക്കുകയും രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്ത ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞുവന്ന യൗവനകാലം മുതൽ പന്ത് തട്ടി തുടങ്ങിയതാണ് ജോർജ്. 1976 നടന്ന സൈനിക അട്ടിമറിയിലൂടെ പ്രോസെസോ ഡി റീഓർഗനൈസേഷൻ നാഷണൽ എന്നറിയപ്പെടുന്ന സൈനിക ഭരണകൂടമാണ് അർജന്റീന ഭരിച്ചിരുന്നത്. രാജ്യത്ത് അരാഷ്ട്രീയമായ ഭരണക്രമം തുടരുമ്പോഴും ജോർജ് ഉൾപ്പെടെയുള്ള യുവാക്കൾ സമരങ്ങളും ഫുട്ബോൾ മത്സരങ്ങളും വിടാതെ നടത്തിക്കൊണ്ടിരുന്നു. 1978 നെതർലാൻഡ്സിനെ 3-1 പരാജയപ്പെടുത്തി ലോക കിരീടം നേടിയപ്പോൾ ഏതരക്ഷിതാവസ്ഥയിലും തങ്ങൾക്കാരെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം അർജന്റീനയിലെ ജനതയിൽ നിറഞ്ഞു. വർഷങ്ങൾ പലത് കടന്നുപോയി. 1985 ആയപ്പോഴേക്കും രാജ്യത്ത് ജനാധിപത്യപരമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. ജോർജ് അപ്പോഴേക്കും സെലിയ മരിയ കുച്ചിറ്റിനി എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് റോഡ്രിഗോ, മത്തിയാസ് എന്നീ കുഞ്ഞുങ്ങൾ പിറന്നു. അർജന്റീനയിലെ മിക്ക കുട്ടികളെപ്പോലെ അവരും തെരുവോരങ്ങളിൽ ഫുട്ബോൾ കളിച്ചു വളർന്നു. അർജന്റീനയിലെ തൊഴിലാളി വർഗത്തിന് ലഭിച്ചിരുന്നത് സ്ഥിരവരുമാനമായിരുന്നെങ്കിലും അത് വലിയ സമ്പാദ്യങ്ങളായി മാറിയില്ല. 1980കളിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് അർജന്റീന പൂർണ്ണമായി കരകയറിയതുമില്ല. പണപ്പെരുപ്പവും സാമ്പത്തിക അസ്ഥിരതയും രാജ്യത്ത് തുടർന്നിരുന്നു. അതിനാൽ കുടുംബത്തിന് താങ്ങായി സെലിയ പാർട്ട് ടൈം ക്ലീനിംഗ് ജോലികൾക്ക് പോയി തുടങ്ങി. ഇക്കാലത്താണ് സെലിയ വീണ്ടും ഗർഭിണിയാകുന്നത്. അർജന്റീന അടുത്ത ലോകകപ്പ് ഫൈനലിൽ എത്തിയ കാലമാണ്. 1986 മെക്സിക്കോയിൽ നടന്ന ഫിഫ ലോകകപ്പിൽ അർജന്റീന വിജയം നേടി. അത് കേവലമൊരു കായിക നേട്ടം മാത്രമായിരുന്നില്ല. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രതിസന്ധികളിൽ തളർന്നുപോയ ജനതയ്ക്ക് ലഭിച്ച ഒരു ദേശീയാശ്വാസമായിരുന്നു. അന്നത്തെ ടീം ക്യാപ്റ്റനായ ഡീഗോ അർമാൻഡോ മറഡോണയുടെ അവിശ്വസനീയമായ പ്രകടനത്തിന്റെ പേരിലാണ് ഈ ലോകകപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ടൂർണമെന്റിലുടനീളം മറഡോണ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. 5 ഗോളുകളും 5 അസിസ്റ്റുകളുമായി അദ്ദേഹം ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടി. ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മറഡോണ നേടിയ 2 ഗോളുകളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും അതേസമയം മഹത്തരവുമായ നിമിഷങ്ങളായി കണക്കാക്കപ്പെട്ടത്. ആദ്യത്തേത് കൈകൊണ്ട് തട്ടിയ ഗോൾ. അത് ദൈവത്തിന്റെ കൈ എന്നറിയപ്പെട്ടു. രണ്ടാമത്തേത് പകുതി മൈതാനത്ത് നിന്ന് തുടങ്ങി 6 ഇംഗ്ലീഷ് കളിക്കാരെ വെട്ടിച്ചു നേടിയ ഗോളാണ്. നൂറ്റാണ്ടിന്റെ ഗോൾ. എന്നാൽ ആ ചരിത്ര വിജയത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഒരു പുതിയ യുഗപ്പിറവി ആസന്നമായെന്ന് ആരും അറിഞ്ഞില്ല. സെലിയ അപ്പോഴേക്കും പൂർണ്ണ ഗർഭിണിയായിരുന്നു. തനതായ ടാങ്കോ താളവും ഫുട്ബോൾ ആരവങ്ങളും ഗർഭാവസ്ഥയിൽ തന്നെ കേട്ടു വളരുകയായിരുന്നു ആ കുഞ്ഞ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര.
ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ജൂൺ 24 സ്റ്റീൽ ഫാക്ടറി മാനേജരായ ജോർജ് മെസ്സിയും ഭാര്യ സെലിയയും അന്ന് അസാധാരണമായ ഉത്കണ്ഠയിലായിരുന്നു. പ്രസവവേദനയെ തുടർന്ന് സെലിയയെ റൊസാരിയോയിലെ ഒസെസെപ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറത്ത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ വാർത്തകൾ നിറയുമ്പോഴും ആശുപത്രി വരാന്തയിലിരുന്ന ജോർജിന്റെ മനസ്സിൽ നിറയെ പ്രതീക്ഷയാണ്. തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആ സന്തോഷ വാർത്തയെത്തി. ജോർജിന്റെയും സെലിയയുടെയും മൂന്നാമത്തെ കുഞ്ഞ് പിറന്നിരിക്കുന്നു. അമേരിക്കൻ സംഗീത ഇതിഹാസമായ ലയണൽ റിച്ചിയുടെ ആരാധകനായ ജോർജ് മകനെ ലയണൽ മെസ്സി എന്ന് വിളിച്ചു. സെലിയയുടെ അമ്മാവനായ ആൻദ്രസ് കുച്ചിറ്റിനിയുടെ ഓർമ്മയ്ക്കായി പേരിനൊപ്പം ആൻദ്രസ് എന്നുകൂടി ചേർത്തു. ലയണൽ ആൻദ്രസ് മെസ്സി. റൊസാരിയോയിലെ സാന്താഫെ പ്രവിശ്യയിലെ ചെറിയ വീട്ടിൽ 2 സഹോദരന്മാർക്കൊപ്പം അവൻ വളർന്നു. തൊട്ടു മുൻപത്തെ വർഷം മറഡോണയുടെ മാന്ത്രികതയിൽ അർജന്റീന ലോക കിരീടം നേടിയതിന്റെ ആവേശം അപ്പോഴും റൊസാരിയോയിലെ തെരുവുകളിൽ കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ടാങ്കോ താളവും ഫുട്ബോൾ ആരവങ്ങളും കേട്ട് കുഞ്ഞു മെസ്സി വളർന്നു. പ്രദേശത്ത് സജീവമായിരുന്ന ഗ്രാൻഡോളി ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായി അടുത്തിടപെട്ടാണ് അവന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. ജോർജായിരുന്നു അവിടുത്തെ പ്രധാന പരിശീലകൻ. ജോലി കഴിഞ്ഞുള്ള ഭൂരിഭാഗം സമയവും ജോർജ് ചെലവഴിച്ചിരുന്നത് അവിടെ തന്നെയാണ്. തന്റെ സഹോദരന്മാരും പിതാവും കാൽപന്ത് തട്ടുന്ന കാഴ്ചകൾ കണ്ട് മെസ്സി വളർന്നു. വീടിനടുത്ത് തന്നെയുള്ള ഒരു പൊതുവിദ്യാലയത്തിൽ നിന്ന് അവൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. പഠനത്തെക്കാളും അവൻ എപ്പോഴും പന്ത് കളിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 4 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ അച്ഛന്റെ ക്ലബിൽ ചേർന്ന് ഫുട്ബോൾ കളിച്ചു തുടങ്ങി. ജോർജ് തന്റെ മകന് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി. കളിക്കളത്തിൽ സജീവമായിരുന്നെങ്കിലും മെസ്സി ഒരു അന്തർമുഖനായ കുട്ടിയായിരുന്നു. അവൻ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മുത്തശ്ശിയോടും മാത്രമാണ്. അർജന്റീനിയൻ ജനതയുടെ അതിജീവനത്തിന്റെയും പോരാട്ടങ്ങളുടെയും കഥകൾ മുത്തശ്ശി ചെറുമകന് പകർന്നു നൽകി. വിപ്ലവത്തിന്റെ വിത്ത് വീണ വഴികളിലൂടെ അവർ അവനെ കൈപിടിച്ചു നടത്തി. പ്രായത്തിനൊത്ത ഉയരമോ ശാരീരിക ശേഷിയോ തനിക്കില്ലെന്ന അപകർഷതാബോധം കുട്ടിക്കാലം മുതലേ അവനെ അലട്ടിയിരുന്നു. ചെറുമകന്റെ മാനസിക വ്യഥകൾ മുത്തശ്ശി തിരിച്ചറിഞ്ഞു. അവരവന് കൃത്യമായ ഉപദേശങ്ങൾ നൽകി. നിരന്തരമായി അവന് ആത്മവിശ്വാസം പകർന്നു. ഫുട്ബോൾ മൈതാനങ്ങളിൽ കളി കാണാനായി അവർ അവനെയും കൂട്ടിപ്പോകുന്നത് പതിവായിരുന്നു. ഗ്രാൻഡോളി ക്ലബിന്റെ പ്രാദേശിക മൈതാനത്ത്
ഒരു ഫുട്ബോൾ മത്സരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ കളി കാണാനായി മുത്തശ്ശിക്കൊപ്പം മെസ്സിയും എത്തിയിട്ടുണ്ട്. അവനെന്ന് വെറും 4 വയസ്സ്. പ്രാദേശിക ലീഗ് മത്സരം കാണാനായി നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. മെസ്സിയുടെ സഹോദരങ്ങൾ കളിക്കുന്ന ടീമിന്റെ മത്സരമായിരുന്നു അന്നത്തേത്. പക്ഷേ ആ ടീമിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന താരങ്ങളിൽ ഒരാൾക്കെത്താൻ കഴിയാതിരുന്നത് കളി അനിശ്ചിതത്വത്തിലാക്കി. ടീമിന്റെ കോച്ച് പകരക്കാരനായി ഇറക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന അന്വേഷണത്തിലാണ്. നാടെങ്ങും ടൂർണമെന്റ് നടക്കുന്ന സമയമാണ്. കാൽപന്ത് തട്ടാൻ അറിയാവുന്ന എല്ലാവരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ തിരക്കിലുമാണ്. ഈ സമയത്താണ് മെസ്സിയുടെ മുത്തശ്ശി ഇടപെടുന്നത്. എന്റെ കൊച്ചുമോൻ ലിയോയെ ഇറക്കാം, അവൻ കളിക്കും എന്ന് മുത്തശ്ശി കോച്ചിനോട് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ 4 വയസ്സ് മാത്രമുള്ള ചെറിയ ശരീരമുള്ള ഒരു കുട്ടിയെ കളിപ്പിക്കാൻ കോച്ചിന് സമ്മതമായിരുന്നില്ല. മുത്തശ്ശി വിട്ടുകൊടുക്കാനും തയ്യാറായില്ല. അവർ പല ആവർത്തി കോച്ചിനോട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു. 1-2 മിനിറ്റ് കളിക്കട്ടെ, അവനെക്കൊണ്ട് പറ്റും, മുത്തശ്ശി തറപ്പിച്ചു പറഞ്ഞു. കോച്ച് മനസ്സില്ലാ മനസ്സോടെ ഗ്രൗണ്ടിലിറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ 4-ാം വയസ്സിൽ മുത്തശ്ശിയെ സാക്ഷിയാക്കി ആദ്യമായി ഒരു മത്സരത്തിന് ഗ്രൗണ്ടിൽ ഇറങ്ങുകയായിരുന്നു. ജൂനിയർ ടീമിന്റെ മത്സരമാണ്. എല്ലാവരും കുട്ടിക്കാലം മുതലേ ഫുട്ബോൾ കണ്ടും കേട്ടും കളിച്ചും വളർന്നവർ. കളിക്കളത്തിലിറങ്ങിയ ഉടൻ തന്നെ മെസ്സിക്ക് പന്ത് ലഭിച്ചു. പിന്നീട് അവിടെ സംഭവിച്ചത് ഒരു മാജിക് തന്നെയായിരുന്നു. പന്ത് അവന്റെ കാലിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. തന്നെ തടയാൻ വരുന്ന ഓരോരുത്തരെയും തന്ത്രപൂർവം വെട്ടിച്ചുകൊണ്ട് കുഞ്ഞു മെസ്സി ഗോൾ വല ലക്ഷ്യമാക്കി പാഞ്ഞു. ഭയം മാറ്റി നിർത്തി തന്റെ ചെറിയ ശരീരത്തെ ഉപയോഗിച്ച് എതിരാളികളെ കബളിപ്പിച്ച് അവൻ ഗോൾ നേടി. ഈ അപ്രതീക്ഷിത പ്രകടനം കണ്ട് കോച്ച് അത്ഭുതപ്പെട്ടു. ഇവൻ ഫുട്ബോൾ കളിക്കാനായി ജനിച്ചവൻ, അയാൾ മനസ്സിൽ പറഞ്ഞു. ആ നിമിഷം മുതൽ ഗ്രാൻഡോളി ക്ലബിൽ മെസ്സിക്ക് സ്ഥിരമായ ഒരിടം ലഭിച്ചു. മുത്തശ്ശിയുടെ നിർബന്ധവും വിശ്വാസവുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരത്തിന്റെ കരിയറിന് തുടക്കം കുറിച്ചത്.